ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമോദേവി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നന്ദൻ്റെ തിരോധാനം ചന്ദ്രോത്തുകാർക്ക് ഒന്നടങ്കം വലിയൊരു ഷോക്ക് തന്നെയാണ് ആയിരിക്കുന്നത്. നന്ദനെ കാണാനില്ല എന്നുള്ള വിവരം പുറത്തു വന്നതോടെ എല്ലാവരും ആശങ്കയിലായിരിക്കുകയാണ്. ദേവിക ഈ ഒരു കേസിൻ്റെ അന്വേഷണം ഏൽപ്പിച്ചിരിക്കുന്നത് DYSP ഐസക്കിനെയാണ്. അയാൾക്ക് പക്ഷേ എല്ലാം അറിയാം. തൻ്റെ മകൾ ഇസബെല്ല തന്നെയാണ് നന്ദനെ കടത്തിക്കൊണ്ട് പോയിരിക്കുന്നത് എന്നുള്ള കാര്യം. അയാൾ ഇസബെല്ലയ്ക്ക് മുന്നറിയിപ്പും നൽകുന്നുണ്ട് ഈ ഒരു കേസിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച്. ഒരു പക്ഷേ ഇത് നിനക്ക് കൂടുതൽ കുരുക്കാകും എന്നെല്ലാം അയാൾ മുന്നറിയിപ്പ് നൽകുന്നുണ്ടെങ്കിലും ഇസബെല്ലയാണെങ്കിൽ അതിൽ ഒരുപാട് സന്തോഷിക്കുന്നുണ്ട്. കാരണം ഇനിയൊരിക്കലും നന്ദന് കോടതിയിലെത്തി സത്യങ്ങളൊന്നും ബോധിപ്പിക്കാൻ കഴിയില്ല. നന്ദൻ ആരും അറിയാത്ത ഒരു ഒളിത്താവളത്തിലാണ്. എൻ്റെ ആൾക്കാരാണ് നന്ദനെ കടത്തിക്കൊണ്ട് പോയിരിക്കുന്നത് എന്നും ഒരുപാട് നാളുകൾക്ക് ശേഷം താൻ വളരെയധികം സന്തോഷവതിയാണ് എന്നൊക്കെയാണ് ഇസബെല്ല DYSPയോട് പറയുന്നത്. ഇതിനിടെ സിദ്ധാർത്ഥനാണെങ്കിൽ ഹരിയെ വിളിച്ച് കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. DYSP ആണെങ്കിൽ ചന്ദ്രോത്ത് വീട്ടിലെത്തുമെന്നും അന്വേഷണം ആരംഭിക്കുമെന്നെല്ലാം ദേവികയോട് പറയുന്നുണ്ട്. അങ്ങനെ അവിടെ എത്തിയ DYSP ആണെങ്കിൽ അന്വേഷണം നേരായ രീതിയിൽ നടത്താം എന്നുള്ള വ്യാജേന അവരോട് കാര്യങ്ങളെല്ലാം സംസാരിക്കുന്നു. അങ്ങനെ തലേ ദിവസമുണ്ടായ കാര്യങ്ങളെക്കുറിച്ചെല്ലാം അവിടെ നടന്ന സംഭവങ്ങളെക്കുറിച്ചെല്ലാം അവരോട് വിശദമായിട്ട് തന്നെ DYSP ചോദിച്ചറിയുന്നുണ്ട്. നന്ദൻ ഇനി എന്തെങ്കിലും സാമ്പത്തിക പ്രശ്നങ്ങൾ കാരണം മാറി നിൽക്കുന്നതാണോ എന്നുള്ള ഒരു രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെയാണ് DYSP ചോദിക്കുന്നത്. മണിക്കൂറുകൾ മാത്രമാണ് കഴിഞ്ഞിട്ടുള്ളതെന്നും അതുകൊണ്ട് വലിയൊരു അന്വേഷണം വേണ്ടതില്ല എന്നെല്ലാം DYSP പറയുന്നുണ്ടെങ്കിലും അവരെല്ലാവരും ആകെ ടെൻഷനിലാണ്. കാരണം ഋഷിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ടാണ് അതിന് സാക്ഷി പറയുന്നതിന് തൊട്ട് മുൻപാണ് നന്ദനെ കാണാതായിരിക്കുന്നത് എന്നുള്ള വിവരം അവർക്ക് ആർക്കും പറയാനായിട്ട് കഴിയുന്നില്ല. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ ഐസക്ക് ചിരിക്കുകയാണ്. കാരണം നന്ദുവിനെ തട്ടിക്കൊണ്ടുപോയവർ ഒരു തെളിവ് പോലും അവശേഷിപ്പിക്കാതെ കാര്യങ്ങൾ നടത്തിയെന്നാണ് ഐസക്ക് മനസ്സിലാക്കുന്നത്. എന്നാലും ദേവിയയ്ക്കും കുടുംബാംഗങ്ങൾക്കും മോഹനമായിട്ടുള്ള വാഗ്ദാനങ്ങളൊക്കെ നൽകി അന്വേഷണം ആരംഭിക്കാൻ പോകുന്നു എന്നെല്ലാം ഐസക്ക് പറയുന്നുണ്ട്. അതിനുവേണ്ടി ചന്ദ്രോത്തുകാരുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് പോലീസുകാരെ കൊണ്ട് അവിടെ മുഴുവൻ സെർച്ച് ചെയ്യുക ചെയ്യുന്നുണ്ട് നന്ദന് വേണ്ടിയിട്ട്. പക്ഷേ അയാൾക്കറിയാം ഇസബെല്ലയുടെ ആളുകൾ ഒരു തുമ്പും അവശേഷിപ്പിക്കാതെ തന്നെയാണ് നന്ദനെ കടത്തിക്കൊണ്ട് പോയിരിക്കുന്നത് എന്നുള്ള കാര്യം. ഇതിനിടയിൽ ഗിരീഷ് ആണെങ്കിൽ നന്ദൻ അങ്ങനെ കാര്യമായിട്ടുള്ള ഫ്രണ്ട്സൊന്നും ഇല്ല എന്നും ആകെയുള്ള ഫ്രണ്ട്സ് ഇസബെല്ലയും കെവിനും ആണെന്നൊക്കെ പറയുമ്പോൾ തന്നെ ഐസക്ക് ആകെ വല്ലാതാവുന്നുണ്ട്. കാരണം അവർക്കറിയില്ല ഐസക്കിൻ്റെ മകളാണ് ഇസബെല്ല എന്നുള്ള ഒരു ഞെട്ടിക്കുന്ന സത്യം. പിന്നീട് കാണിക്കുന്നത് ഇസബെല്ലയും കെവിനും തമ്മിൽ സംസാരിക്കുന്നതാണ്. നന്ദൻ ഇപ്പോൾ ഇസബെല്ലയുടെ ആളുകളുടെ കസ്റ്റഡിയിലാണെന്ന് ഇസബെല്ല തുറന്ന് സമ്മതിക്കുന്നുണ്ട് കേട്ടോ കെവിനോട്. നന്ദനെ നേരിൽ കാണണമെന്നുള്ള ആഗ്രഹത്തെക്കുറിച്ച് പറയുമ്പോൾ കെവിൻ അതിൽ ആശങ്ക പ്രകടിപ്പിച്ചുകൊണ്ട് പറയുന്നുണ്ട് നന്ദന് സത്യം മനസ്സിലായി കഴിഞ്ഞാൽ വലിയ പ്രശ്നം ഉണ്ടാകുമെന്നും ബെല്ല നീ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊന്നും നടക്കില്ല എന്നും അവനൊരിക്കലും നിന്നോട് ക്ഷമിക്കില്ല എന്നെല്ലാം പറയുമ്പോൾ ദേവികയാണ് എല്ലാ കാര്യങ്ങൾക്കും കാരണമെന്ന് നന്ദനെ വിശ്വസിപ്പിക്കാമെന്നൊക്കെയാണ് കേട്ടോ ഇസബെല്ലയുടെ പദ്ധതി. ദേവിക തന്നെ ചതിച്ചുവെന്നും ഈ നാടകമൊക്കെ അവളുടെ രക്ഷയ്ക്കായിട്ട് നടത്തിയതാണെന്നും പറഞ്ഞുകൊണ്ട് നന്ദനെ തെറ്റിദ്ധരിപ്പിക്കാമെന്നൊക്കെയാണ് ഇസബെല്ലയുടെ പദ്ധതി. പക്ഷേ യഥാർത്ഥത്തിൽ ദേവിക തന്നെയാണ് ശരിയായിട്ടുള്ള ഭാഗത്ത് നിൽക്കുന്നത്. ഇസബെല്ലയുടെ എല്ലാ കളികളും ഉടൻ തന്നെ പൊളിയുമെന്നുള്ള സൂചനകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. നന്ദനെ ഒരു രഹസ്യ സങ്കേതത്തിലേക്ക് മാറ്റിയിട്ടുണ്ടെന്നും അതിൻ്റെ വിവരങ്ങൾ ചിലർക്കെങ്കിലും ലഭിച്ചിട്ടുണ്ടെന്നും കാണിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് CPയും ഋഷിയും തമ്മിലുള്ള കൂടിക്കാഴ്ചയാണ്. അപ്പോൾ നന്ദനെ കാണാതായിട്ടുള്ള വിവരം CP പറയുമ്പോൾ അത് ഋഷിയെ കുറച്ചൊന്നുമല്ല സന്തോഷിപ്പിക്കുന്നത്. കാരണം നന്ദൻ പോലീസിൻ്റെ കയ്യിലെത്തിയാൽ എല്ലാ രഹസ്യങ്ങളും പുറത്തു വരാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ നന്ദൻ അവരുടെ നിയന്ത്രണത്തിലായതിൽ ഏറ്റവും അധികം സന്തോഷിക്കുന്നത് ഋഷി തന്നെയാണ്. പക്ഷേ ഇസബെല്ലയ്ക്കാണെങ്കിൽ നന്ദനെ കൊല്ലണമെന്നില്ല, മറിച്ച് നന്ദനോടൊപ്പം ജീവിക്കണം എന്നാണ് ആഗ്രഹം. ദേവികയോടുള്ള പക പോകാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇസബെല്ല ഇതെല്ലാം ചെയ്യുന്നത്. എന്നാൽ ആ ഒരു ആഗ്രഹം നടക്കാൻ പോകുന്നില്ല എന്നുള്ള ഒരു കാര്യം പകല് പോലെ വ്യക്തമാണ്. മറുവശത്ത് അരുന്ധതിയാണെങ്കിൽ ഈ കാര്യങ്ങളോടൊന്നും യോജിക്കുന്നില്ല. എല്ലാത്തിൻ്റെയും പിന്നിൽ ഋഷിയും ഇസബെല്ലയും കെവിനുമാണെന്നുള്ള ഒരു സത്യം അരുന്ധതിക്ക് മനസ്സിലാകുന്നുണ്ട്. അരുന്ധതിയാണെങ്കിൽ ഋഷിയോട് സത്യം പുറത്തു പറയണമെന്ന് പറയുന്നുണ്ടെങ്കിലും അമ്മ തന്നെ ഒറ്റിക്കൊടുത്തു കഴിഞ്ഞാൽ താൻ ജീവിച്ചിരിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും ഋഷി അരുന്ധതിയെ ഭീഷണിപ്പെടുത്തുന്നു. അതുകൊണ്ട് തന്നെ അരുന്ധതി വലിയൊരു മാനസിക സംഘർഷത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഇതിനിടെ പ്രഭാവതിയാണെങ്കിൽ കരഞ്ഞുകൊണ്ട് ഹരിയേട്ടനോട് നന്ദനെ കണ്ടെത്താനായിട്ട് അപേക്ഷിക്കുന്നു. നന്ദൻ അപകടത്തിലാണെന്ന് വ്യക്തമായിട്ട് തന്നെ ഹരിക്കും മനസ്സിലാകുന്നുണ്ട്. പ്രത്യേകിച്ച് അരുന്ധതിയുടെ പെരുമാറ്റം കണ്ടപ്പോൾ തന്നെ ഋഷി ജീവനോടെയുണ്ടെന്നും പല കാര്യങ്ങളും മറച്ചു വയ്ക്കപ്പെടുന്നുണ്ടെന്നും ഹരിക്ക് അന്ന് തന്നെ ബോധ്യമായതാണ്.
പിന്നീട് കാണിക്കുന്നത് ദേവികയും ഹരിയും തമ്മിൽ സംസാരിക്കുന്നതാണ്. നന്ദൻ സ്വമേധയാ ഒളിച്ചിരിക്കില്ലെന്ന് തന്നെയാണ് ദേവിക പറയുന്നത്. പോലീസിൽ കീഴടങ്ങാൻ തയ്യാറായിരുന്ന ഒരാൾ പെട്ടെന്ന് അങ്ങനെ അപ്രത്യക്ഷമാകില്ല എന്നും അവർ പറയുന്നുണ്ട്. അപ്പോഴാണ് ദേവികയ്ക്ക് ഇസബെല്ലയെയും കെവിനെയും കുറിച്ചുള്ള സംശയം കൂടുതലായിട്ട് ശക്തമാകുന്നത്. ഇസബെല്ലയുടെ ഫോണും കെവിൻ്റെ നമ്പറും ഒക്കെ ട്രേസ് ചെയ്ത് കഴിഞ്ഞാൽ നന്ദൻ എവിടെയാണെന്ന് കണ്ടെത്താനാകുമെന്ന് തന്നെയാണ് ദേവികയുടെ പ്രതീക്ഷ. ഇനി കേസിൻ്റെ അന്വേഷണം ശരിയായ ദിശയിലേക്ക് പോകാൻ തന്നെ സാധ്യതയുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് ഇസബെല്ലയും കെവിനും കൂടിയിട്ട് നന്ദനെ കാണാനായിട്ട് ആ ഒരു രഹസ്യ സംഘത്തിലേക്ക് പോകുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ അവിടെ വെച്ചാണ് എല്ലാ സത്യങ്ങളും പുറത്തു വരാനായിട്ട് പോകുന്നത്. ഇസബെല്ലയാണ് ഇത്രയും നാൾ കൂടെ നിന്ന് തന്നെ ചതിച്ചത്. ഇസബെല്ലയുടെ തനി നിറം ഏതായാലും ഇതോടുകൂടി തന്നെ നന്ദൻ തിരിച്ചറിയാനായിട്ട് പോവുകയാണ്. ഇതിനിടയിൽ നന്ദേട്ടൻ്റെ ഈ തിരോധാനത്തിന് പിന്നിൽ ഇസബെല്ലയ്ക്ക് വ്യക്തമായിട്ടുള്ള ഒരു പങ്കുണ്ടാവും എന്നുള്ളൊരു സംശയം ഷാരിയയ്ക്ക് തോന്നുന്നുണ്ട്. അതായത് അന്ന് നന്ദേട്ടനെ കാണാതായതിന് പിന്നിൽ ഇസബെല്ലയായിരുന്നു. ഇസബെല്ലയോടൊപ്പമായിരുന്നു നന്ദേട്ടൻ പോയിരുന്നത്. അപ്പോൾ ഇത്തവണയും ഇസബെല്ല തന്നെയായിരിക്കും ഇതിന് പിന്നിൽ കളിച്ചിരിക്കുന്നത്. അവരുടെ ഗൂഢാലോചന തന്നെയായിരിക്കും ഇതിന് പിന്നിൽ എന്നുള്ളൊരു കാര്യം ഷാരിക ഉറപ്പിക്കുന്നു. എന്തായാലും കെവിനിലൂടെ തന്നെ ആ ഒരു സത്യത്തിലേക്ക് എത്തിച്ചേരാൻ തന്നെയാണ് ഷാരിക തീരുമാനിച്ചുറപ്പിക്കുന്നത്. അപ്പോൾ എന്തായാലും തൻ്റെ ഞെട്ടിക്കുന്ന നീക്കത്തിലൂടെ ഷാരിക അതിലെത്തിച്ചേരും എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം വരാൻ പോകുന്ന എപ്പിസോഡുകൾക്കായിട്ട്. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്